ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണ് ഇത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊന്ന് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മസാല പുരട്ടി വെക്കുകയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇത് മസാല തേച്ചതിന് ശേഷം ഒരുപാടങ്ങ് വെക്കൊന്നും വേണ്ട. റോസ്റ്റിൽ കിടന്നിട്ട് അതിൽ ആ റോസ്റ്റിലെ മസാല എല്ലാം ഉള്ളിൽ പിടിച്ചോളും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മസാല പുരട്ടിയ ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മസാല നല്ലവണ്ണം പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത്യാവശ്യം എണ്ണ തന്നെ ഒഴിച്ചോളൂ. ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ റോസ്റ്റും ഉണ്ടാക്കണേ. ഇത് ഫ്രൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് മൊരിയിപ്പിക്കൊന്നും വേണ്ട. ജസ്റ്റ് കുക്കായാൽ മതി. ജസ്റ്റ് കുക്കായി കഴിയുമ്പോഴത്തേനും ചെമ്മീൻ നമുക്ക് വാരാം. ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം ആ എണ്ണ ഒരിക്കലും കളയരുത്. ആ എണ്ണയിൽ തന്നെ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാം. കാരണം ഈ ചെമ്മീനിലെ സത്തെല്ലാം ആ എണ്ണയിലുണ്ടാവും. ഈ എണ്ണ വെച്ചിട്ട് തന്നെ റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആ ഫ്രൈ ചെയ്തതിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു 4 മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ആ എണ്ണയിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഞാനത് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് നടുവിൽ സെൻറ്ററിൽ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ആ എണ്ണയിലോട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കിട്ടുക. നല്ലൊരു ഫ്ലേവർ ആ എണ്ണയ്ക്ക് മൊത്തം കിട്ടും. എല്ലാം കൂടെ ഒന്നിച്ചിടുമ്പോൾ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല ഉള്ളി വാടി കഴിയുമ്പോഴത്തേനും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് രണ്ടും കൂടിയിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഇതൊന്ന് വാട്ടിയെടുക്കുക. ഇതിലോട്ടൊരു 2 മീഡിയം തക്കാളി കൂടി അരിഞ്ഞ് ചേർക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായി മുറിച്ചതും ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ വാട്ടിയെടുക്കുമ്പോൾ എല്ലാ ഫ്ലേവറും ഇതിൽ തന്നെ കിട്ടും. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി അല്ല, അതും ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് തന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഇവിടെ ഞങ്ങളെല്ലാവരും നല്ലോണം എരിവ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറക്കണമെന്നുണ്ടെങ്കിൽ കുറക്കാം. കാശ്മീരി ചില്ലി ചേർക്കുന്നതുകൊണ്ട് തന്നെ വല്ലാതെ എരിവ് ഉണ്ടാവില്ല. നല്ല കളറും കിട്ടും. റോസ്റ്റിന് നല്ല കളറായിരിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന നേരത്ത് ഇതിലോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഞാൻ ഉള്ളിയുടെ കൂടെ ഇടുന്നില്ല. മസാലയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇടുന്നത്. വല്ലാതെ കുക്കാവേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ ഒരു ചെറിയൊരു ക്യാപ്സിക്കാണ് ചെറുതാക്കി മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി സോസാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചില്ലി സോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതിലോട്ട് തന്നെ ഒരു 3/4 ടീസ്പൂൺ ടൊമാറ്റോ പ്യൂരി ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ടൊമാറ്റോ പ്യൂരി ഇല്ലാത്തവർ ടൊമാറ്റോ സോസ് ഒഴിക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് സ്കിപ്പ് ചെയ്യരുത്. അത് ഇട്ടാലുള്ള കറക്റ്റ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ എല്ലാം ചേർക്കുക. ഇതൊന്ന് തിളച്ച് വരുന്ന നേരത്ത് ഇതിലോട്ട് മസാല ഒന്ന് ലൂസാക്കി കൊടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു തിക്കായിട്ടുള്ള ഒരു മസാല ആക്കിയെടുക്കണം. അപ്പോൾ ഇതിൽ സോസൊക്കെ ഒഴിച്ച് കാരണം നല്ല തിക്കുള്ള മസാലയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലോട്ട് ഞാനൊരു 2 ടീസ്പൂൺ കെച്ചപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കെച്ചപ്പ് ഒഴിക്കുന്നത് ആ ഒരു സ്വീറ്റ്നെസ്, ആ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ആ മോഡലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കെച്ചപ്പ് ചേർത്തിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പ്യൂരി ഒഴിവാക്കിയിട്ട് ടൊമാറ്റോ സോസ് മാത്രം ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെച്ചപ്പും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മസാലയിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇടുമ്പോൾ ഒന്നുകൂടെ സ്വീറ്റ്നെസ് കൂടും കേട്ടോ. പക്ഷെ ഞാനിത് ചെയ്യുന്നില്ല. ആ ഒരു സ്വീറ്റ്നെസ്സോട് കൂടിയിട്ട് കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. ആ ഒരു മധുരവും എരിവും കൂടി കൂടുമ്പോൾ ചെറിയൊരു പുളി ഉണ്ടാവും. നമ്മൾ സോയാ സോസിൻ്റെ ഒക്കെ ആ ഒരു പുളിയും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൽ കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡിയാകും. അപ്പോൾ എൻ്റെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് അടിക്കുന്നവർ കാരണം താഴെ പറയാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ജസ്റ്റ് ആ ഒരു റെഡിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കൂടെ ഒരു ബെല്ലൈക്കണും കൂടെ വരും. അതും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത റെസിപ്പി ആയിട്ട്. താങ്ക്